ഇന്നത്തെ ടോപ്പിക് ആക്ച്വലി എന്താണെന്ന് നോക്കിയാല് പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് വേഴ്സസ് ആനിമൽ ബേസ്ഡ് ഡയറ്റ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നത്. അതായത് നമ്മളിപ്പോ പ്ലേറ്റിൽ പല ഫുഡ് ഐറ്റംസ് എടുക്കാറുണ്ട്. രാവിലെ കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട്, പല സമയത്തും നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഏത് സോഴ്സിൽ നിന്നാണ്, എവിടെ നിന്നാണ് അത് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമ്മളൊന്ന് നോക്കാം. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് സോഴ്സാണ്. ഇപ്പൊ ഈ പറഞ്ഞ ആനിമൽസ് ബേസ്ഡ് സോഴ്സും ഉണ്ട്, പ്ലാന്റ് ബേസ്ഡ് സോഴ്സും ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാല് നമ്മൾ കഴിക്കുന്ന കൂടുതൽ ആഹാരവും പ്ലാന്റ് ബേസ്ഡ് സോഴ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അല്ലെങ്കിൽ പച്ചക്കറികള് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, നമ്മളിപ്പം കഴിക്കുന്ന സീഡ്സ് ആയിക്കോട്ടെ, നട്ട്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പം കഴിക്കുന്ന ഇപ്പൊ ഓയിലാണെങ്കിൽ കൂടെ, നമ്മൾ ഓയിലൊക്കെ നമ്മൾ പല പ്രോബ്ലംസ് ഒക്കെ പറയുമെങ്കിൽ കൂടെ നമ്മൾ കഴിക്കുന്ന കോക്കനട്ട് ഓയിൽ ആണെങ്കിലും അല്ലെങ്കിൽ പാം ഓയിൽ ആണെങ്കിലും ഓരോ തരത്തിലും ഇപ്പൊ റൈസ് ബ്രാൻ ആയിക്കോട്ടെ, ഒലിവ് ഓയിൽ ആയിക്കോട്ടെ, ഇതൊക്കെ എടുക്കുന്ന സോഴ്സ് സൺഫ്ലവറിന്റെ ഓയിൽ ആയിക്കോട്ടെ, ഇതൊക്കെ എടുക്കുന്നത് പ്ലാന്റ്സിൽ നിന്നും അതിന്റെ സീഡ്സിൽ നിന്നൊക്കെയാണ്. അപ്പം ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പ്ലാന്റ് ബേസ്ഡ് ആണ്. ഇനി ആനിമൽ ബേസ്ഡ് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 3 സോഴ്സ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും, പാലുൽപ്പന്നങ്ങളും അനിമലിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ ഫിഷ് ഐറ്റംസ് എല്ലാം, ഫിഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ആ ഒരു സോഴ്സ് ആണ്. പിന്നെ മീറ്റ് ഐറ്റംസ്, അതില് കൂടാതെ എഗ്, ഇത്രയുമേ വരുന്നുള്ളൂ പ്രധാനമായിട്ടും ആനിമൽ സോഴ്സിൽ. പക്ഷെ ബാക്കിയുള്ള നല്ലൊരു ശതമാനം ആഹാരവും നമുക്ക് പ്ലാന്റ് ബേസിൽ നിന്നാണ് വരുന്നത്. ഇത് ഇത്രയുമേ വരുന്നുള്ളൂ ആനിമൽ ബേസ്ഡ് ആയിട്ട്. ഇപ്പോ ഇതെല്ലാം നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പൊ നമ്മൾ പല രീതിയിലുള്ള ആഹാര രീതി ഫോളോ ചെയ്യുന്നവരുണ്ട് അല്ലെ. കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എഗ്ഗറ്റേറിയൻസ് എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ഫുഡും എഗ്ഗും മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി മിക്സ്ഡ് ആയിട്ട് എല്ലാ തരത്തിലുള്ള ആഹാരവും കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് മിശ്രഭോജികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നോൺ വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ കൂടുതലും ആൾക്കാർ എല്ലാ തരത്തിലുള്ള ആഹാരം ഉൾപ്പെടുത്തുന്ന ആൾക്കാരാണ് കൂടുതൽ. നല്ലൊരു ശതമാനം ആൾക്കാരും ഓൾമോസ്റ്റ് എന്നാൽ ചില ആഹാരങ്ങളോട് അവര് താല്പര്യം കാണിക്കാതെ. കാരണം ഇപ്പൊ നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഫോളോ ചെയ്യുന്ന ചില രീതികൾ ഉണ്ടാവും. അതിൽ കൂടുതലായിട്ട് ചില ആഹാരങ്ങൾ ഒഴിവാക്കുന്നവരുണ്ടാവും, ചിലത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നവരുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിനെ ബാധിക്കാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പാരമ്പര്യമായിട്ടും കുടുംബപരമായിട്ടൊക്കെ ഫോളോ ചെയ്യുന്നവര്, ചിലപ്പോൾ അതിൽ നിന്ന് മാറി താമസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ആ ഒരു ചുറ്റുപാടിനെ അനുസരിച്ചിട്ടുള്ള ആഹാരമായിരിക്കും കഴിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ്, അതായത് ഇപ്പൊ നമുക്ക് ചിലപ്പോ സീസണൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. അതായത് ചില സീസണിൽ മാത്രം അത് കൂടുതൽ കിട്ടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സമ്മർ സീസൺ ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചക്ക, മാങ്ങ, അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് കൂടുതൽ കിട്ടാറുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഈ ഒരു സമയം ആകുമ്പോൾ പതുക്കെ അത് കുറഞ്ഞു വരും. കാരണം അതിന്റെ ആ ഒരു സീസൺ കഴിഞ്ഞു. പക്ഷെ ആ ഒരു സീസണില് ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം നമുക്ക് മാർക്കറ്റിലും കൂടുതൽ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ ചില വീടുകളിലും ഇത് കൂടുതൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് അത് കൂടുതലായിട്ട് അത് കഴിക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ കൂടിയും ചീര, പയർ, ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് ചില സീസണിൽ കൂടുതൽ കിട്ടാറുണ്ട്. കാരണം ചീരയൊക്കെ ചില സ്ഥലങ്ങളിൽ കൂടുതൽ കൃഷി ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആകാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും ആഹാരമാക്കാറുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വീടുകളിലും ഒരു ചെറിയ പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ ഒരു ടെറസിലൊക്കെ ഗാർഡനും ഒക്കെ ആയിട്ട് ഒരു ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് കൂടുതലാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇപ്പോ പപ്പായ ആയിക്കോട്ടെ, മുരിങ്ങയില ആയിക്കോട്ടെ, ചില വീടുകളിൽ ഇപ്പൊ കപ്പയൊക്കെ ചില പറമ്പിൽ വെക്കുന്ന കപ്പ, ചേന, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കുന്നവരുണ്ട്. ഇലക്കറികള്, വഴുതന, അല്ലെങ്കിൽ പച്ചമുളക്, തക്കാളി, ഇതൊക്കെ ചെറിയ ചട്ടിയിലാണെങ്കിൽ കൂടി നട്ട് വളർത്തുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലുണ്ട്. അപ്പം ഇന്ന് അടുക്കള തോട്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് നമ്മൾ ആഹാരമാക്കാറുണ്ട്. കാരണം ഇന്ന് നമ്മൾ അത് കൂടുതലും ജൈവ വളങ്ങളും മറ്റും ചേർത്തായതുകൊണ്ട് കൂടുതൽ സേഫ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ആഹാരം കിട്ടാറുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇപ്പം അരി, ഗോതമ്പ്, ഇങ്ങനത്തെയുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മൾ മെയിൻ കോഴ്സ് ആയിട്ട്, അതായത് കൂടുതൽ നമ്മുടെ പ്ലേറ്റിലേക്ക് സാധാരണ രീതിയിൽ വിളമ്പി വെക്കാറുള്ളത് അല്ലെ. അപ്പൊ ഇതൊക്കെ പ്ലാന്റ് ബേസ്ഡ് ആണെങ്കിൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്
അന്നജമാണ്, അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരമാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ഈ ഒരു ആഹാരങ്ങളിൽ നമ്മൾ തവിട് അടങ്ങിയിട്ടുണ്ടോ, അതായത് ഇങ്ങനെ കഴിക്കുന്ന ധാന്യങ്ങളിൽ തവിട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടും. എന്നിരുന്നാലും ഇത് നമ്മൾ ആഹാരത്തിൽ പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ അതിനൊരു നിശ്ചിത ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം, അതായത് ഒരു അളവ് ഉണ്ടായിരിക്കണം. അളവിൽ കൂടുതലാവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തവിട് അടങ്ങിയ ആഹാരമാണെങ്കിൽ അത് ബി വൈറ്റമിൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ. അതുപോലെ തന്നെ ഫൈബറിന്റെ അളവ് അതിനകത്ത് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുന്നത് മൂലം നമുക്ക് പല രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ രക്ഷിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ഥാനത്തേക്ക്, അതായത് ഇപ്പൊ നമ്മൾ രാവിലെ ചപ്പാത്തിയോ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കഴിക്കുന്ന സ്ഥാനത്തേക്ക് വേണമെങ്കിൽ മില്ലറ്റിന്റെ ആഹാരം ഉൾപ്പെടുത്താം. ഇപ്പൊ ചോറിന്റെ സ്ഥാനത്തേക്കാണെങ്കിലും വരക്, പനവരക് ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ ചോറിന് പകരമായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചോറിന് ഒരു പ്രധാനമായിട്ട് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടല്ല നമ്മൾ ആഹാരം കഴിക്കുന്നത്, അല്ലേ? ചോറിന് ടേസ്റ്റ് കൂട്ടാനായിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും അതിന് ചുറ്റും പല കറികളും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ആയിരിക്കില്ല മില്ലറ്റ്സിൽ ഉണ്ടാകുക. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് അരിയുടെ സ്ഥാനത്തേക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഉൾപ്പെടുത്താറുണ്ട് താനും. അതായത് ഒരു ദിവസം ഒരു നേരമെങ്കിലും മില്ലറ്റ് അടങ്ങിയ ആഹാരം വരാനായിട്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിൽ വരാനായിട്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇതും നമ്മുടെ ഗട്ട് ഹെൽത്തിനെ വളരെയധികം സഹായിക്കും. കാരണം ഈ മില്ലറ്റ്സിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഇത് വളരെ നല്ല ഗുണകരമായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. ഇനി പ്ലാന്റ് ബേസ്ഡ് സോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ആനിമൽ ബേസ്ഡ് സോഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അത് ഫൈബറിന്റെ കണ്ടന്റ് തീരെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതേ സ്ഥാനത്ത് ആനിമൽ ബേസ്ഡിനകത്ത് പ്രോട്ടീനിന്റെ അളവ്, അതായത് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ആനിമൽ ബേസ്ഡ് ആണ്. പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ല, അതായത് ഒരു എന്താ പറയാ സമ്പൂർണ്ണ പ്രോട്ടീൻ ഒക്കെ ഏതിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാന്റ് ബേസ്ഡിനേക്കാളും കൂടുതൽ ആനിമൽ ബേസ്ഡിലാണുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചില ഗുണങ്ങൾ ആനിമൽ ബേസ്ഡിലും ഉണ്ട്. ഇനി നോൺ വെജ് സോഴ്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കിയാൽ ആനിമൽ ബേസ്ഡ് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം വളരെയധികം വൃത്തിയുള്ളതാണോ, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്താണോ നമുക്ക് കിട്ടുന്നത്, ഇത് നമ്മൾ പ്രത്യേകം ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. വെൽ കുക്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് ധാരാളം ദോഷവശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ മനുഷ്യര് മിശ്ര ഭോജിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇന്നത്തെ പല പഠനങ്ങളും കാണിക്കുന്നതെന്ന് പറഞ്ഞാല് വെജിറ്റേറിയൻ ഫുഡാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതെങ്കിൽ, അതായത് പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതെങ്കിൽ അതാണ് കൂടുതൽ നല്ലതെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. പക്ഷെ നിങ്ങളിപ്പോ ഫോളോ ചെയ്ത് വന്ന, അതായത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ കഴിച്ചു വന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടമനുസരിച്ചും ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് വന്ന ഒരു ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് കാണും. പക്ഷെ ആ ഫുഡ് ഹാബിറ്റ്സ് തന്നെ നമ്മൾ ഫോളോ ചെയ്തു. പക്ഷേ അതിൽ നമ്മൾ പ്ലേറ്റ് എടുക്കുമ്പോൾ അത് വെൽ പ്ലാൻഡ് പ്ലേറ്റ് ആയിരിക്കണം. അതായത് ആ പ്ലേറ്റില് ഒരു 25% കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം വരാവൂ. അതായത് ഇപ്പോ അരി, ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇഡലി, അപ്പം, ദോശ, പുട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ആണല്ലോ ഇപ്പൊ നമ്മൾ കേരളീയർ കൂടുതൽ കഴിക്കുന്നത്. ഇനി നിങ്ങൾ ബ്രെഡ് ആണ് കഴിക്കുന്നത് കൂടെ അതിന്റെ അളവ് ഒരു 1/4 ഭാഗമേ വരാവൂ. ഇനി ഒരു 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ആഹാരം, അത് പ്ലാന്റ് ബേസ്ഡോ അനിമൽ ബേസ്ഡോ നമുക്ക് ഇപ്പോൾ കഴിക്കാം. കാരണം ഗട്ട് ഹെൽത്ത് എന്നുള്ള ആ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ തന്നെ ഒരു 25, എത്ര നമ്മൾ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നോ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി പ്രോട്ടീൻ എടുക്കുക. ഇനി ഒരു 50% നമ്മുടെ പ്ലേറ്റിൽ വരേണ്ടത് പച്ചയ്ക്കോ അല്ലെങ്കിൽ കുക്ക് ചെയ്തതോ, അതായത് വേവിച്ചതോ അല്ലെങ്കിൽ വേവിക്കാത്തതോ ആയിട്ടുള്ള വെജിറ്റബിൾസ്, അത് കറികളാകാം. ഇനി അതല്ല റോ ആയിട്ടുള്ള, ഇത് പച്ചയ്ക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നമുക്ക് കഴിക്കാം. ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണ് നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പ്ലേറ്റ്. ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുക്കുന്നതെങ്കിൽ നമുക്ക് പല പ്രോബ്ലംസിൽ നിന്ന്, ഇപ്പം ഹൈപ്പർ ടെൻഷൻ പോലത്തെ പ്രോബ്ലം അല്ലെങ്കിൽ കോളൻ ക്യാൻസർ പോലത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെയധികം അകറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ പലപ്പോഴും ആഹാരം കഴിക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് ഫ്രൈ ചെയ്യും, ഓവറായിട്ട് കുക്ക് ചെയ്യും, കൂടുതൽ ഓയിൽ ഒഴിച്ച് കുക്ക് ചെയ്യാറുണ്ട്. പിന്നെ ചിലർ ഒരുപാട് ടേസ്റ്റ് മേക്കേഴ്സ് ഒക്കെ ഒത്തിരി ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം റൈസും ചപ്പാത്തിയും ഒക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതെന്ന് നോക്കുക. അതും പ്ലാന്റ് ബേസ്ഡ് ആണെങ്കിൽ കൂടി ഇതിൽ നിന്ന് നമുക്ക് ചില ദോഷവശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് അല്ലെങ്കിൽ ഓയില്
ഓയിൽ പ്ലാന്റ് ബേസ്ഡ് ആണെങ്കിൽ കൂടിയും അത് ഓവറായിട്ട് നമ്മൾ കഴിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായാൽ, ക്വാണ്ടിറ്റിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ പോലത്തെ പ്രശ്നങ്ങൾ വരാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫൈബർ എന്ന് പറയുന്നുണ്ടല്ലേ, പ്ലാന്റ് ബേസ്ഡ് ഫുഡിൽ ധാരാളം ഫൈബർ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ എന്താണ് ഫൈബർ എന്ന് നോക്കിയാല് നമ്മളിപ്പോ കുറച്ച് ക്യാരറ്റോ അല്ലെങ്കിൽ കുക്കുംബറോ അല്ലെങ്കിൽ ആപ്പിളോ എന്തെങ്കിലും നമ്മൾ കുറെ സമയം ഒന്ന് നല്ലതായിട്ടൊന്ന് ച്യൂ ചെയ്യുക. ഒരു 32 തവണയാണ് ആഹാരം ചവച്ച് കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ 32ൽ ഒരു 40 തവണ ചവച്ചാലും നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ്, അതായത് ഇപ്പൊ ക്യാരറ്റോ കുക്കുംബറോ ആപ്പിളോ ഒക്കെ റോ ആയിട്ട് അത് പച്ചയ്ക്ക് അത് ചവച്ച് കഴിഞ്ഞാല് അത് നമുക്ക് നല്ല രീതിയിൽ ഒരു മാവ് പോലെ അരഞ്ഞ രീതിയിൽ കിട്ടത്തില്ല വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ. അത് ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ചവറ് പോലെ ആയിരിക്കും നമ്മുടെ വായിൽ. ജ്യൂസ് മുഴുവനും നമ്മൾ ഇറക്കി കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് പേസ്റ്റ് പോലത്തെ അതായത് അതിനെയാണ് നമ്മൾ ഫൈബർ എന്ന് ഉദ്ദേശിച്ചത്. ഇത് നമ്മൾ ലാസ്റ്റ് വിഴുങ്ങി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഇത് മൂവ് ചെയ്ത് പോകുമ്പോൾ, നമ്മുടെ അന്നനാളത്തിലൂടെ മൂവ് ചെയ്ത് ഇൻഡസ്റ്റൈൻസിലൊക്കെ എത്തുമ്പോൾ ഇൻഡസ്റ്റൈൻസിലുള്ള വേസ്റ്റിനെ കൂടെ അത് വലിച്ചോണ്ട് പോകാനായിട്ട് അതിന് സാധിക്കും. കാരണം ഇത് ദഹിച്ച് മാറുകയല്ല, ഇത് പോകുന്ന വഴിയിലെ വേസ്റ്റിനെ കൂടെ ഇത് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ പ്രോസസ്സ് പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ടും ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് നിൽക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ റോ ആയിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് ഇങ്ങനെ ചില നല്ല ഗുണങ്ങളും ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോൾ ഈ കിട്ടിയ ഗുണം അത്രയും നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയില്ല. കാരണം ഈ ഫൈബറിന്റെ ടെക്സ്ചർ ഒക്കെ മാറും. അപ്പൊ അത് വേറൊരു രൂപത്തിലേക്ക് മാറുന്നുണ്ടാവും. അതിന്റെ അത്രയും 100% ഗുണം നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിവതും നമ്മൾ റോ ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുവാണെങ്കിൽ അത് എത്രത്തോളം നല്ലതാണോ അത് നമ്മുടെ ഗട്ട് ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. ഇനി നമ്മൾ ഇപ്പൊ ഞാനൊക്കെ പ്ലേറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പം ചോറിന്റെ സ്ഥാനത്ത് നമ്മൾ ഉച്ചത്തെ ആഹാരം എടുക്കുമ്പോൾ ഒന്നുകിൽ മില്ലറ്റ്സ് എടുക്കാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ബ്രൗൺ റൈസ് സെപ്പറേറ്റ്, അതായത് ഒട്ടും തവിട് കളയാത്ത ചെറിയ അരി പോലത്തെ ഒക്കെ അരി നമ്മൾ ഉച്ചത്തെ ആഹാരത്തിലേക്ക് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് അഡ്ജസ്റ്റ് ആകുന്ന രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പ്രോട്ടീന്റെ സ്ഥാനത്തേക്ക് മുളപ്പിച്ച പയറെടുക്കാം, മുതിര, കടല, ചെറുപയർ, അതുപോലെ രാജ്മ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഊണെടുക്കാം. ഇനി അതല്ല നോൺ വെജ് സോഴ്സ് ആണെങ്കിൽ നമുക്ക് പനീർ എടുക്കാം, എഗ് എടുക്കാം. ഇനി അതല്ല നോൺ വെജ് ഫിഷ് കഴിക്കുന്ന ആൾക്കാർക്ക് അത് ഉപയോഗിക്കാം. ഇനി ചിക്കൻ മീറ്റ് ഐറ്റംസ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. അങ്ങനെ പ്രോട്ടീന്റെ സ്ഥാനത്തേക്ക് നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഐറ്റം ഉപയോഗിക്കാം. ഇത് മസ്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാ നേരത്തെ ആഹാരത്തിലും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് വെജിറ്റബിൾ സോഴ്സ്, അത് പകുതി ഭാഗത്തോളം വെജിറ്റബിൾ സോഴ്സ് പറഞ്ഞതിൻ്റെ അകത്ത് ഇപ്പൊ അവിയൽ, തോരൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇപ്പൊ സാമ്പാർ അങ്ങനത്തെ ഐറ്റംസിലൊക്കെ നമുക്ക് വെജിറ്റബിൾസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ റോ ആയിട്ട് കുറച്ച് ക്യാരറ്റും കുക്കുംബറും നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. കാരണം അത് നോക്കിയാൽ നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവുമാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സീസണിലും അവൈലബിളും ആണ്. ഇപ്പം നമ്മൾ കുറെ നാളായിട്ട് ഇപ്പൊ വാങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന, അതായത് ഒരിക്കലും അതിനൊരു കുറവ് വരുന്നില്ല. എപ്പോഴും മാർക്കറ്റിൽ പോയാൽ കിട്ടുന്ന സാധനമാണ് നമ്മുടെ ക്യാരറ്റും കുക്കുംബർ. അതിൽ കുക്കുംബർ ആണെങ്കിലും നമുക്ക് പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട കാര്യമില്ല. അതേ രീതിയിൽ നമുക്ക് പ്രൈസും കുറവായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അവരുടെ ലൈഫിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി നോക്കിക്കഴിഞ്ഞാല് നമ്മളിപ്പോ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ പീൽഡ് ആയിട്ട്, അതായത് തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലത് തൊലിയോടുകൂടി കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ മാർക്കറ്റിലൊക്കെ കണ്ടീഷനും പല രീതികളും ഒക്കെ ആലോചിക്കുമ്പോൾ നമ്മളത് തൊലി കളഞ്ഞ് കഴിക്കുന്നതാണ് നമുക്ക് സേഫ് എന്ന് തോന്നുന്നെങ്കിൽ അത് തന്നെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ വെജിറ്റബിൾ സോഴ്സിന് ഉള്ള പ്രത്യേകത, അതായത് പ്ലാന്റ് ബേസ്ഡ് സോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് കാലറി വളരെയധികം കുറവാണ്. കാലറി കുറവുള്ളത് കൊണ്ട് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറുണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ്, ഗ്ലൈസിമിക് ലോഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഗ്ലൈസിമിക് ലോഡും അതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സും ഒക്കെ വളരെയധികം കുറവാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നോക്കിയാല്, നമ്മള് ഇപ്പൊ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിച്ചാല് നമ്മുടെ ഇത് കഴിച്ച് ദഹിച്ച് മാറുന്ന സമയം കൊണ്ട് ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക് പുറപ്പെടുവിക്കുന്ന ഗ്ലൂക്കോസിന്റെ ലെവൽ പെട്ടെന്ന് ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡിലത്തെ ഷുഗർ ലെവൽ കൂടാതെ കൺട്രോളിൽ നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കും. അതായത് വെയിറ്റ് കൂടാതെ കുറയാതെ നിൽക്കുന്നതിന്, ഇപ്പൊ അതായത് വെയിറ്റ് ഓവർ ആവാതിരിക്കാനും, ഇപ്പം ഓവർ വെയിറ്റ് ഉള്ളവർക്ക് അത് ഓവർ വെയിറ്റ് ആവാതെ കൂടുതൽ വെയിറ്റ് വരാതിരിക്കാനും, ഇനി അണ്ടർ വെയിറ്റ് ഉള്ളവർക്ക് അവരുടെ വെയിറ്റ് കുറഞ്ഞു പോകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
പ്ലാന്റ് ബേസ്ഡ് ഫുഡ്. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് എല്ലാം ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയതാണ്. അത് മാത്രമല്ല ഫൈറ്റോ ന്യൂട്രിയൻസും കൂടുതലുണ്ട്. ഇതിന്റെ അകത്ത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കളേഴ്സിനും വളരെയധികം പ്രാധാന്യം നമുക്ക് പ്ലാന്റ് ബേസ്ഡ് ഫുഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ന്യൂട്രിയൻസ് എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പുറത്തേക്ക് ഒന്ന് നോക്കിയാല് എത്രമാത്രം ചെടികളും മരങ്ങളുമാണ് വർഷങ്ങളോളം മഴയും വെയിലും അതുപോലെ തന്നെ തണുപ്പും എല്ലാം അതിജീവിച്ച്, അതായത് ശക്തമായ മഴയുണ്ട്, അതിനനുസരിച്ച് തണുപ്പ് വരുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ ഒരു വ്യക്തി, മനുഷ്യ ജീവനുള്ള ഒരു വ്യക്തി ആ കാലാവസ്ഥ മുഴുവനും നിന്ന് കൊണ്ടു കഴിഞ്ഞാല് നമ്മൾ അധികം നാളൊന്നും കാണത്തില്ല. അതേ രീതിയിലായിരിക്കും നമ്മുടെ അവസ്ഥ. പക്ഷേ ഈ പ്ലാന്റ്സിന് ഇതൊക്കെ സഹിച്ച് ജീവിക്കാൻ, ഇപ്പൊ ഒരു ചെറിയൊരു ചെടിയാണെങ്കിൽ കൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ അത് വെയിൽ കൊള്ളുന്നുണ്ട്, അതുപോലെ മഴ വന്നാൽ മഴ നനയുന്നുണ്ട്, തണുപ്പ് സമയത്ത് മഞ്ഞുള്ള സ്ഥലങ്ങളാണെങ്കിൽ മഞ്ഞ് വീഴുന്നുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ച് അത് നിർത്തുന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ന്യൂട്രിയൻസിന്റെ പേരാണ് ഫൈറ്റോ ന്യൂട്രിയൻസ്, അതായത് പ്ലാന്റ് ന്യൂട്രിയൻസ്. അപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ധാരാളം ഗുണങ്ങളും നമ്മുടെ ശരീരത്തിനും കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈറ്റോ ന്യൂട്രിയൻസ് നമുക്ക് ധാരാളം കിട്ടാനായിട്ട് നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് ഉള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കളേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇപ്പൊ ഒരു മാർക്കറ്റിലോട്ട് പോയാൽ, ഈവൻ നിങ്ങൾ ലുലുമാളാണ് കൂടെ ആലോചിച്ച് നോക്കൂ, നമ്മൾ മറ്റുള്ള ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളെക്കാളും വളരെ നമ്മുടെ കണ്ണിന് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇരിക്കുന്ന സ്ഥലമായിരിക്കും. നമ്മളിപ്പോ റോഡിലൂടെ പോവുകയാണെങ്കിലും ഒരു ഫ്രൂട്ട് ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ എത്രമാത്രം കളേഴ്സ് ആണ് അവിടെ. ഇനി പച്ചക്കറിയുടെ കടയാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വളരെയധികം അട്രാക്റ്റീവ്. അതേസമയം ഒരു ബേക്കറി കണ്ടാൽ നമുക്ക് ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കില്ല അവിടുത്തെ ആ ഒരു ഷോപ്പിൽ ഇരിക്കുന്നത്, നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനങ്ങൾ. അപ്പോ ഈ കളേഴ്സ് നമ്മുടെ കണ്ണിനുകൂടെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അത് മാത്രമല്ല ഈ പല കളർ അടങ്ങിയ ആഹാരം നമ്മുടെ ഫുഡ് പ്ലേറ്റിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറിലുള്ള ആഹാരങ്ങൾ, അതായത് ഇലക്കറികള്, ക്യാബേജ്, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, ഇപ്പൊ ബീൻസ്, പയർ, ഇതൊക്കെ പച്ച കളറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ സെല്ലുലാർ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനി വെള്ള കളറാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നതെങ്കിൽ, വെള്ള കളറിൽ ഇപ്പൊ റാഡിഷ് അല്ലെങ്കിൽ ഗാർലിക് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസിന്റെ അകത്ത് വൈറ്റ് കളർ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബോൺ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. ഇനി റെഡ് കളർ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന്, ഇപ്പൊ ടൊമാറ്റോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ചുമന്ന കളറാണ്. അപ്പൊ അത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. ഇനി ഓറഞ്ച് കളർ, ക്യാരറ്റിന്റെ ഒക്കെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ വിഷൻ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ നമ്മുടെ ഫൈറ്റോ ന്യൂട്രിയൻസിന്റെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പർപ്പിൾ കളർ, അതായത് നമ്മുടെ ബീറ്റ്റൂട്ട്, വയലറ്റ് കളർ, പല ഫുഡ് ഐറ്റംസ്, ബ്രിഞ്ചാളുണ്ട്, അതുപോലെ ക്യാബേജ് നമുക്കിപ്പോ വയലറ്റ് കളറിലൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോ ഇങ്ങനെ കളേഴ്സ് നമ്മുടെ ആഹാരത്തിൽ വരുന്നതും നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കളേഴ്സ് ഉള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ പ്ലേറ്റിലേക്ക് വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അടുത്ത ഒരു കാര്യം, നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹെൽത്ത്, അതായത് നമ്മുടെ ഗട്ട് മൈക്രോബയോട്ട എന്ന് പറയും, അതായത് നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയാസ്, അവയുടെ ആരോഗ്യം കൂടുന്നതിനും അതിന്റെ എണ്ണം കൂടുന്നതിനും ഒക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ വളരെ നല്ല രീതിയിൽ, നല്ല പ്രോപ്പർ രീതിയിലായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ധാരാളം പ്ലാന്റ്സ് അടങ്ങിയ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഇൻഫ്ലമേഷൻസ് വരാതിരിക്കും. അതായത് നീർക്കെട്ടുകളൊക്കെ വരുന്നത്, പലതരത്തിലുള്ള പലരും പറയും എന്റെ ശരീരത്തിൽ നീർക്കെട്ടുണ്ട് അല്ലെ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട്. അങ്ങനെ നീർക്കെട്ടുകളൊന്നും വരാതിരിക്കാനായിട്ട് ധാരാളം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ BP കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, ഷുഗറിന്റെ ലെവൽ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇങ്ങനെ പല ഗുണങ്ങളും നമ്മള് പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ് സ്ഥിരമായിട്ട് കഴിക്കുക. അത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോൺ വെജ് ഫുഡാണ് നമ്മൾ നോൺ വെജ് സോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ധാരാളം ഗുണങ്ങളുണ്ട്. കാരണം ഇപ്പൊ B12 പോലത്തെ വൈറ്റമിൻസ് നമുക്ക് മറ്റുള്ള ആഹാരത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്നത്, അതായത് 100% ആനിമൽ ബേസിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സിങ്ക്, കാൽസ്യം, മാഗ്നീഷ്യം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം omega-3 ഫാറ്റി ആസിഡ്സ്, ഇതൊക്കെ നമുക്ക് വളരെ കൂടുതൽ അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നോൺ വെജ് സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. omega-3 ഫാറ്റി ആസിഡ്സ് ചില വെജിറ്റബിൾസിലുണ്ട്, ഇപ്പോ വാൽനട്ട് അല്ലെങ്കിൽ ചിയാ സീഡ്, ഇതിൽ നിന്നൊക്കെ വളരെ ചെറിയ അളവിൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ലഭിക്കുന്നത് ഫിഷിൽ നിന്നൊക്കെയാണ്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ ഒരു പ്രധാന കാര്യം, പ്രോട്ടീൻ, അതായത് നമ്മുടെ
ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് പ്രോട്ടീൻസ്. അതായത് നമ്മളിപ്പോ ഒരു വീട് വെക്കുമ്പോൾ ഇഷ്ടിക എത്രമാത്രം പ്രധാനമാണ്, അത്രത്തോളം പ്രധാനമാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീന്റെ. അത് ഈ ഇഷ്ടികയെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ ചുമന്ന മണ്ണാണ് നമുക്ക് ലഭിക്കുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ പ്രോട്ടീനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 22 അമിനോ ആസിഡ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഈ 22 അമിനോ ആസിഡ്സിൽ 9 അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ ആഹാരത്തിലൂടെ കഴിച്ചാലേ സാധിക്കുകയുള്ളൂ. ഇത് ലഭിക്കുന്ന ഈ ഒരു 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാണ് അതുകൊണ്ട് അതിനെ പറയുന്നത്. കാരണം അവ നമ്മുടെ ശരീരം സ്വയം നിർമ്മിക്കാത്തതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചേ പറ്റുകയുള്ളൂ. ഈ 9 എണ്ണം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 13 എണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഇവയെ പറയുന്നത് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാണ്. ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ നോൺ വെജ് സോഴ്സുകളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് നോൺ വെജ് സോഴ്സിനെ പറയുന്നത്. അപ്പോൾ നോൺ വെജ് സോഴ്സും നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇനി പല റിസർച്ചുകളും അതുപോലെ തന്നെ പഠനങ്ങളും ഒക്കെ പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ഫുഡ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് അവരുടെ ആയുർദൈർഘ്യം കൂടുതലാണ് എന്ന് പല റിസർച്ചുകളും പറയുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും പ്ലാന്റ് തന്നെ കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആഹാരത്തിൽ പ്ലാന്റ് ബേസ്ഡ് ഫുഡും ഉൾപ്പെടുത്തണം, നോൺ വെജ് തന്നെയല്ല. ഇപ്പോ അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് നോക്കിയാല്, നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ചോയ്സ്, ഇതിപ്പം എനിക്ക് എന്റേതായിട്ടുള്ള പല ഇഷ്ടങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ എനിക്ക് ചില ആഹാരങ്ങളോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാകും, അല്ലെങ്കിൽ ചില ഐറ്റംസിനോട് തീരെ ഇഷ്ടമില്ലാത്തതുണ്ടാവും. അപ്പോ ഇതിൽ നിന്നൊരു നമുക്ക് ഇഷ്ടപ്പെട്ട, അതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് നീഡ്സ് എന്തൊക്കെ, നമ്മുടെ ശരീരത്തിന് ഇപ്പൊ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിയും അതിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എത്തിക്കൽ നീഡ്സ് ഉണ്ട്, അതായത് ചില വിശ്വാസങ്ങൾ, നമ്മൾ ചിലതിനെ നല്ലത് ചിലതിനെ മോശം ചെയ്യും, അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി തന്നെ. അതുപോലെ തന്നെ നമ്മുടെ എൻവയൺമെന്റൽ കൺസേൺസ്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആഹാരങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തി വേണം നമ്മളൊരു ഫുഡ് പ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഒരു ഫ്ലെക്സിറ്റേറിയൻ ഡയറ്റ് എന്ന് പറയും. അതായത് ഫ്ലെക്സിറ്റേറിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതലും അവർ ആഹാരം കഴിക്കുന്നത് കൂടുതലും പ്ലാന്റ് ബേസ്ഡ് ഫുഡ് ആയിരിക്കും. വല്ലപ്പോഴും ആയിരിക്കും അവര് നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്നത്. പല നല്ലൊരു ശതമാനം ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നോൺ വെജ് അവര് കഴിക്കുന്നുണ്ടാവില്ല. പലപ്പോഴും സൺഡേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിലൊക്കെ ആയിരിക്കും അവർ കൂടുതൽ നോൺ വെജ് ഐറ്റംസ് ചൂസ് ചെയ്യുന്നത്. അത് പലപ്പോഴും ഇതൊരു പ്രാക്ടിക്കൽ കോംപ്രമൈസ് ആണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. എന്നിരുന്നാലും കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഡയറ്റാണ് പലപ്പോഴും കൂടുതൽ സമയം ഫോളോ ചെയ്യുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും നമ്മൾ എടുക്കുന്ന പ്ലേറ്റ് ഏതാണോ അത് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലേറ്റ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ, അതായത് പ്ലാന്റ് ബേസ്ഡ് ഉണ്ടായിരിക്കണം, പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ എല്ലാ നേരവും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഹെൽത്ത് ഹാസാർഡ്സിൽ നിന്നും നമുക്ക് രക്ഷ നേടി, അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു നല്ല നമ്മുടെ ഹെൽത്ത് സ്പാൻ വളരെയധികം ഇംപ്രൂവ് ചെയ്ത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാള് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും.